ഗവൺമെന്റ് ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു മാതാവിനെ പ്രിയപ്പെട്ടവരെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്നത് നിങ്ങൾ വായിച്ചോന്ന് എനിക്കറിയില്ല. 4 മക്കളാണ് അവർക്ക്, 4 മക്കൾ. ആ 4 മക്കളും ഉയർന്ന ജോലിയുള്ളവരാണ്. അമേരിക്കയിലാണ് ഒരു മോൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മോൻ അമേരിക്കയിലാണ്, ബാക്കിയുള്ളവർ ഒരാൾ നാട്ടിലും മറ്റുള്ളവർ വ്യത്യസ്തമായ വിദേശ രാജ്യങ്ങളിലാണ്. എന്നിട്ട് അവർ നാട്ടിലുണ്ടായിരിക്കെ ഈ അമ്മ നന്നായി ജോലി ചെയ്ത്, അച്ഛൻ മരിച്ചുപോയി, ഈ മക്കളെ പഠിപ്പിച്ച് ഇവരെ വലിയ ഉദ്യോഗസ്ഥന്മാരാക്കി മാറ്റി ഈ മാതാവിനെ തട്ടിക്കളിക്കുകയാണ്. ഈ മോൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവൻ്റെ ഭാര്യ ചോദിക്കും, എന്താ നിങ്ങൾ ഇവിടെ തന്നെ, നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ ജേട്ടൻ്റെ നിങ്ങളുടെ മൂത്ത മോൻ്റെ വീട്ടിൽ പോയി നിന്നൂടെ? ഇങ്ങനെ തട്ടിക്കളിച്ച് രക്ഷയില്ലെന്ന് കണ്ട് അവസാനം കാലു പിടിച്ച് ചെറിയ മോൻ്റെ വീട്ടിൽ താമസിക്കുക. കേൾക്കണേ, എന്നിട്ട് ആ മോൻ സന്തോഷത്തോടു കൂടി നോക്കുന്നു എന്ന് അമ്മ വിചാരിക്കുന്നു. പക്ഷേ ഒരു ദിവസം മാറ്റി ഒരുക്കി വൃദ്ധസദനത്തിലേക്ക് ഈ അമ്മയെ കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിൽ അമ്മയെ ഇരുത്തി ആ കാറിൻ്റെ അടുത്തേക്ക് തള്ളിക്കൊണ്ടുവന്ന് അമ്മയെ സീറ്റിലേക്ക് എടുത്തു വെച്ച്, സ്നേഹത്തോടെ എടുത്തു വെച്ച് വീൽ ചെയർ മടക്കി കാറിൽ വെച്ച് വൃദ്ധസദനത്തിലേക്ക് പോകുമ്പോൾ നല്ല ഗവൺമെന്റ് ജോലിയിൽ നിന്ന് വിരമിച്ച അമ്മ ബോർഡ് വായിച്ച് ചോദിച്ചു മോനോട്, മോനെ എന്തു തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? എന്തു തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? ആ വൃദ്ധസദനത്തിൽ അവിടെ വെച്ചിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് ഒപ്പിടേണ്ട സ്ഥലത്ത് ഒപ്പിട്ട് അവിടെ ഏൽപ്പിക്കേണ്ട പണം ഏൽപ്പിച്ച് വീൽ ചെയറിൽ ഇരിക്കുന്ന അമ്മയുടെ കണ്ണു നിറഞ്ഞിട്ടും യാതൊരു കൂസലുമില്ലാതെ അമ്മയെ വൃദ്ധസദനത്തിലാക്കി അവിടുത്തെ ആളുകളെ ഏൽപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ അമ്മ അവന്റെ വിരലുകൾ പിടിച്ചു വലിക്കുന്നു. മോനെ എന്തു തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? എന്തു ശല്യമാണ് ഞാൻ നിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്നത്? ഞാൻ നിന്റെ വീട്ടിന്റെ ഒരു മൂലയിൽ ഇരുന്നാൽ നിനക്കെന്തു പ്രയാസമാണ് മോനെ ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു. ഭാര്യ അവനോട് പറയുന്നു, മോന്റെ ഭാര്യ ദേ അവളുടെ ഭർത്താവ് ഈ അമ്മയുടെ മകനോട് പറയുന്നു, നിങ്ങൾ വരുന്നുണ്ടോ? ശക്തമായ ചോദ്യത്തിന്റെ മുന്നിൽ അമ്മയുടെ പിടുത്തം വിടിയിപ്പിച്ച് ഇവൻ മുന്നോട്ട് പോകുന്നു. ഉടനെ അവൻ അവിടെ കല്ല് തട്ടി മറിഞ്ഞു വീടുന്നു. വീൽ ചെയറിൽ വന്ന അമ്മ എല്ലാം മറന്ന്, എൻ്റെ മോൻ വീണിരിക്കുന്നു. വീൽ ചെയറിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ആ മോന്റെ അടുത്തേക്ക് നീങ്ങി മോന്റെ തല മടിയിലെടുത്തു വെച്ചിട്ട് മോന്റെ മുടിയിൽ തടവിയിട്ട് ചോദിക്കുന്നു, മോനെ നിനക്ക് വല്ലതും പറ്റിയോടാ? മോനെ നിനക്ക് വല്ലതും പറ്റിയോടാ? ഇതാണ് ഒരമ്മ, ഇതാണ് ഒരു ഉമ്മ അല്ലേ? ഈ സന്ദർഭങ്ങളെ ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ അമ്മയെ വീണ്ടും വീൽ ചെയറിലേക്ക് അവൻ തന്നെ എടുത്തു വെച്ച് ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ ഇനി എങ്ങനെയാണ് നിർവചിക്കുക? എങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുക? ഗൗരവത്തോടു കൂടി ആലോചിക്കണം.